എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ ജൂലൈ 27-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സംവിധാനത്തിൽ ബന്ധപ്പെടാൻ 1076 എന്ന ടോൾ ഫ്രീ നമ്പറാണ് ഉപയോഗിക്കേണ്ടത്. ഇത് സംബന്ധിച്ച് വിവിധ സമൂഹ മാധ്യമങ്ങളിൽ തെറ്റായ വിവരങ്ങൾ ഉൾപ്പെടുത്തി പ്രചരണം നടത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിനാൽ വിവരങ്ങൾ അടങ്ങിയിട്ടുള്ള ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നിയമ നടപടി ശക്തമായതോടെ മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെൽ പ്രഖ്യാപിച്ചു. മോട്ടോർ വാഹന മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെടാൻ പരാതി ഗണേഷ് കുമാറിന്റെ അശാസ്ത്രീയമായിട്ടുള്ള പരിഷ്കാരത്തെ തുടർന്നാണ് സംസ്ഥാനത്ത് മറ്റെല്ലാം വ്യാജമാണ് കെട്ടിക്കിടക്കുന്ന അവസ്ഥയുണ്ടായത്. അപേക്ഷകൾ ധാരാളം ഉള്ള സംസ്ഥാനത്ത് വളരെ കുറഞ്ഞ സ്ലോട്ടുകൾ മാത്രം അനുവദിക്കുന്നത് പ്രവാസികൾ അടക്കമുള്ള ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടായി. അടുത്ത 3 മാസത്തേക്ക് ആഴ്ചയിൽ 5 പ്രവൃത്തി ദിവസങ്ങളിലും ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടത്തും. കൂടാതെ പ്രതിദിനം സ്ലോട്ടുകളുടെ എണ്ണം 50 ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. ലേണേഴ്സ് ടെസ്റ്റുകളും 3 മാസത്തേക്ക് ആഴ്ചയിൽ 5 പ്രവൃത്തി ദിവസങ്ങളിലും നടത്തും. ലേണേഴ്സ് പരീക്ഷയ്ക്ക് ഫേഷ്യൽ റെക്കഗ്നിഷൻ അധിഷ്ഠിത ഒതന്റിക്കേഷൻ സംവിധാനം നടപ്പിലാക്കുമെന്നും MVD അറിയിച്ചു. ഇനി മുതൽ പുതിയ ക്രമീകരണ പ്രകാരം ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റുകൾ ബുക്കിംഗ് തീയതി മുതൽ 30 ദിവസത്തിനകവും റീടെസ്റ്റ് സ്ലോട്ടുകൾ 8-ാം ദിവസത്തിനകവും ലഭ്യമാക്കും. ലേണേഴ്സ് ലൈസൻസ് ടെസ്റ്റ് സ്ലോട്ടുകൾ 3-ാം ദിവസത്തിനുള്ളിൽ ലഭ്യമാക്കാനാണ് തീരുമാനം. നിലവിലെ കാലതാമസം പരിഹരിക്കാനുള്ള താൽക്കാലിക നടപടികളാണിത് എന്നും ക്രമീകരണങ്ങളുടെ മേൽനോട്ട ചുമതല ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് നൽകിയതായും മോട്ടോർ വാഹന വകുപ്പ് വ്യക്തമാക്കി. അതേസമയം ദിവസങ്ങൾക്ക് മുമ്പ് സംസ്ഥാനത്തെ ഗതാഗത വകുപ്പിന്റെ സേവനങ്ങൾക്കായുള്ള സാരഥി പോർട്ടലിൽ പണിമുടക്കിയിരുന്നു. സാങ്കേതിക തകരാർ കാരണം നിരവധി ഉദ്യോഗാർത്ഥികളാണ് ദുരിതത്തിലായത്. ഇതുമൂലം സംസ്ഥാനത്തുടനീളം നടത്താനിരുന്ന ഡ്രൈവിംഗ് ലേണേഴ്സ് ടെസ്റ്റുകൾ മുടങ്ങിയിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ 100 ദിന കർമ്മ പദ്ധതികളുടെ ഭാഗമായി KSRTCയിൽ ആരംഭിച്ച പിങ്ക് ബസ് ലേഡീസ് ഓൺലി സർവീസിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ നിന്നും മന്ത്രി CP ജോൺ നിർവഹിച്ചു. തൊഴിൽ ചെയ്യുന്ന സ്ത്രീകൾക്ക് സുരക്ഷിതവും സൗകര്യപ്രദവുമായ യാത്ര ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് എന്ന് മന്ത്രി പറഞ്ഞു. സ്ത്രീകൾക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം. ടെക്നോ പാർക്ക് ഉൾപ്പെടെ ഉള്ള സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന വനിതകൾക്ക് രാത്രികാല യാത്രകളിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി രാത്രി 8-നും 10-നും പിങ്ക് സർവീസ് നടത്തും. താമസിക്കാതെ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും പദ്ധതി വ്യാപിപ്പിക്കുമെന്നും യാത്രക്കാരുടെ ആവശ്യങ്ങൾ വിലയിരുത്തി റൂട്ടുകളും സമയക്രമങ്ങളും ശാസ്ത്രീയമായി നിശ്ചയിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഖാദി ഓണം മേളക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി. ഖാദി വസ്ത്രത്തിനൊപ്പം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലൂടെ രാജ്യത്തിന്റെ ആത്മാവും വികാരവും മാറിയെന്ന് ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രി K മുരളീധരൻ പറഞ്ഞു. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെയും സംസ്ഥാന അംഗീകൃത ഖാദി സ്ഥാപനങ്ങളുടെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഓണം ഖാദി മേള പാളയം LMS കോമ്പൗണ്ടിൽ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിവിധ ഓഫറുകളാണ് ഓണത്തോടനുബന്ധിച്ച് ഖാദി ഔട്ട്ലെറ്റുകളിൽ ഒരുക്കിയിട്ടുള്ളത്. ജനജീവിതത്തെ സ്പർശിക്കാൻ കഴിയുന്ന വിധത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ നിന്നും സേവനങ്ങൾ നൽകാനുള്ള സാധ്യതകൾ ആത്മാർത്ഥമായി വിനിയോഗിക്കണമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ഔദ്യോഗിക ചുമതലകൾ നിർവഹിക്കുന്നതിൽ വീഴ്ച വരുത്തരുത് എന്നും ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് അവരോട് ചേർന്ന് നിന്ന് പരിഹാരം കണ്ടെത്തണമെന്നും തദ്ദേശ മന്ത്രി പറഞ്ഞു. ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ എല്ലാ പിന്തുണയും സർക്കാർ നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കി. സ്വരാജ് ഭവനിൽ പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റിൽ നടന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ വകുപ്പ് തല റിവ്യൂ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു. നീല വെള്ള റേഷൻ കാർഡുള്ള 73,24,000 ആളുകൾക്ക് ഓഗസ്റ്റ് മാസം മുതൽ സൗജന്യ റേഷൻ വരികയാണ്. സൗജന്യ ഭക്ഷ്യകിറ്റ്, സപ്ലൈകോയിലൂടെ പണം കൊടുത്തുള്ള ഭക്ഷ്യകിറ്റ്, വിവിധ തലത്തിലുള്ള സ്പെഷ്യൽ അരികളും മറ്റു ഉൽപ്പന്നങ്ങളും. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ആദ്യം പറയുന്നത്. സംസ്ഥാന സർക്കാരിന്റെ 100 ദിന കർമ്മ പദ്ധതികളുടെ ഭാഗമായി നടപ്പിലാക്കുന്ന പദ്ധതികളിൽ ആദ്യ ലക്ഷ്യത്തിന്റെ റെക്കോർഡ് നേട്ടവുമായി സിവിൽ സപ്ലൈസ് വകുപ്പ്. 1/2 ലക്ഷം മുൻഗണനാ റേഷൻ കാർഡുകളാണ് ലക്ഷ്യമിട്ടിരുന്നത് എങ്കിലും 73,024 അപേക്ഷകൾക്ക് അംഗീകാരം നൽകിയതായി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു.
ഇത് ആദ്യമായിട്ടാണ് ഇത്രയും അധികം മുൻഗണനാ റേഷൻ കാർഡ് ഒരുമിച്ച് അനുവദിക്കുന്നത്. 76,338 അപേക്ഷകളാണ് ആകെ ലഭിച്ചത്. ഇതിൽ 1,353 അപേക്ഷകൾ മതിയായ രേഖകൾ ഹാജരാക്കാത്തതിനാൽ തിരിച്ചു നൽകി. 2011 നിരസിക്കുകയും ചെയ്തു. അങ്ങനെയാണ് 73,024 മുൻഗണനാ റേഷൻ കാർഡുകൾ അനുവദിച്ചിട്ടുള്ളത്. 73,024 റേഷൻ കാർഡുകൾക്കും തൊട്ടടുത്ത മാസം, അതായത് ഓണം നടക്കുന്ന ഓഗസ്റ്റ് മാസത്തിൽ തന്നെ സൗജന്യ റേഷൻ നൽകുമെന്നും പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കുമെന്നും ഭക്ഷ്യമന്ത്രി അറിയിച്ചു. ഇത്രയും കാലം നീല വെള്ള റേഷൻ കാർഡിൽ ഉണ്ടായിരുന്നവരാണ്. അവർക്കാണ് ഇപ്പോൾ മുൻഗണനാ റേഷൻ കാർഡുകളിലൂടെ സഹായം, സൗജന്യ റേഷൻ എല്ലാം ലഭിക്കാൻ പോകുന്നത്. 4,068 കിലോ ലിറ്റർ മണ്ണെണ്ണയും അനുവദിച്ചിട്ടുണ്ട്. അടുത്ത മാസം 1-ാം തീയതി മുതൽ റേഷൻ കടകളിൽ മണ്ണെണ്ണ ഉറപ്പുവരുത്തണം എന്നും ഭക്ഷ്യമന്ത്രി പറഞ്ഞു. റേഷൻ വാതിൽപ്പടി ലോറിക്കാരുമായി കരാർ പുതുക്കുന്നത് പരിഗണനയിലുണ്ട്. അവർക്ക് നൽകാനുള്ള കുടിശ്ശിക വൈകാതെ തീർക്കും. സെപ്റ്റംബറിൽ പുതിയ ടെൻഡർ ആലോചിക്കും. വിതരണത്തിനായി സ്പെഷ്യൽ അരി അടുത്ത മാസം 10-നകം റേഷൻ കടകളിൽ എത്തിക്കുമെന്നും ഓണക്കാലത്ത് സുഗമവും തടസ്സമില്ലാതെയും പൊതുവിതരണം ഉറപ്പാക്കുമെന്നും ഉദ്യോഗസ്ഥർ ഇക്കാലത്ത് അവധിയെടുക്കരുത് എന്നും ഭക്ഷ്യമന്ത്രി അഭ്യർത്ഥിച്ചു. കഴിഞ്ഞ ആഴ്ചയാണ് ഓണം ഫെയറുകൾക്കും വിപണി ഇടപെടലിനും ഭക്ഷ്യക്കിറ്റുകൾക്കും വേണ്ടി 256 കോടി രൂപ ധനവകുപ്പ് ഭക്ഷ്യവകുപ്പിന് അനുവദിച്ചത്. സപ്ലൈകോക്കാണ് തുക കൈമാറിയിട്ടുള്ളത്. 56 കോടി രൂപ മഞ്ഞ റേഷൻ കാർഡുള്ളവർക്ക് സൗജന്യ ഭക്ഷ്യക്കിറ്റ് നൽകാനാണ്. സൗജന്യ ഭക്ഷ്യക്കിറ്റ് റേഷൻ കടകളിലൂടെ അടുത്ത മാസം 10-നകം തന്നെ വിതരണം ആരംഭിക്കും. മഞ്ഞ, പിങ്ക്, നീല, വെള്ള എല്ലാ റേഷൻ കാർഡുള്ളവർക്കും സപ്ലൈകോയിലൂടെ ചെറിയ വിലക്ക് കിറ്റ് ലഭ്യമാക്കും. പായസക്കൂട്ട് ഉൾപ്പെടെയുള്ള ഓണ വിഭവങ്ങൾ ഒരുക്കാൻ ആവശ്യമായ സാധനങ്ങളും മസാലക്കൂട്ടുകളും വെളിച്ചെണ്ണയും അടങ്ങിയതായിരിക്കും കിറ്റ്. വിവിധ വിലയിലുള്ള 3ഓളം കിറ്റുകൾ ഒരുക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. കൂടാതെ വിവിധ തരത്തിലുള്ള സബ്സിഡി ഇതര സാധനങ്ങൾക്ക് വലിയ സമ്മാന കൂപ്പണുകളും സമ്മാന മഴയും ഒരുക്കും. എല്ലാ ജില്ലകളിലും താലൂക്ക് അടിസ്ഥാനത്തിലും ഓണച്ചന്തകളും ഓണം ഫെയറുകളും സപ്ലൈകോയുടെയും സഹകരണ വകുപ്പിന്റെയും ഹോർട്ടികോർപ്പിന്റെയും ഉണ്ടാകും. എല്ലായിടത്തുനിന്നും 13-നം സബ്സിഡി സാധനങ്ങളും ഈ കാലയളവിൽ ലഭ്യമാകുന്നതാണ്. ഇരട്ടി ലിറ്റർ വെളിച്ചെണ്ണ ഈ സമയത്ത് വാങ്ങാൻ സാധിക്കും എന്നുള്ളതാണ് വിവരം. കൂടുതൽ അരി സപ്ലൈകോയിലൂടെ കുറഞ്ഞ വിലക്ക് ലഭ്യമാക്കുന്ന കാര്യവും ആലോചിക്കുന്നുണ്ട്. റേഷൻ കടകളിലൂടെ നീല വെള്ള റേഷൻ കാർഡുള്ളവർക്കാണ് സ്പെഷ്യൽ അരി ഓണത്തിന് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിന്റെ വിതരണമാണ് 10-ാം തീയതി മുതൽ, ഓഗസ്റ്റ് 10 മുതൽ റേഷൻ കടകളിലൂടെ അതായത് ഓഗസ്റ്റ് മാസത്തെ റേഷന് പുറമെ ലഭിക്കുക. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ കഴിഞ്ഞ ദിവസം വിതരണം ആരംഭിച്ചിരുന്നു. വെള്ളിയാഴ്ച മുതൽ വിതരണം ആരംഭിച്ചത് വിതരണം തുടരുകയാണ്. ബാങ്ക് അക്കൗണ്ടിൽ ഇനിയും ലഭിക്കാത്ത ആളുകൾക്ക് നാളെ പൂർണ്ണമായും എത്തിച്ചേരും. കയ്യിൽ പെൻഷൻ വിതരണം നാളെ വൈകുന്നേരത്തോടു കൂടി ആരംഭിക്കും. ചൊവ്വ, ബുധൻ ദിവസങ്ങളിലായി വീടുകളിൽ പെൻഷൻ വിതരണം സജീവമാകും. കേന്ദ്ര വിഹിതവും 2 ദിവസത്തിനകം തന്നെ അക്കൗണ്ടുകളിലേക്ക് കയറി തുടങ്ങുന്നതാണ്. ഓണത്തിന് മുന്നോടിയായി ഓഗസ്റ്റ് മാസത്തിൽ ക്ഷേമ പെൻഷൻ നേരത്തെ വിതരണം ചെയ്യും. 15 മുതൽ വിതരണം ചെയ്തേക്കാനുള്ള സാധ്യതയാണുള്ളത്. 25-നാണ് തിരുവോണം നടക്കുന്നത്. 25-നകം കയ്യിലും പെൻഷൻ വിതരണം പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഓഗസ്റ്റ് മാസത്തെ പെൻഷനോടൊപ്പം മുൻകൂറായി 1 മാസത്തെ കൂടി അനുവദിക്കാനുള്ള സാധ്യതയുണ്ട്. സർക്കാരിന്റെ അറിയിപ്പ് ലഭിച്ചാലേ കൃത്യമായിട്ടുള്ള വിവരം ലഭിക്കൂ. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ബൈ.